നമസ്കാരം. ഇന്ത്യയിൽ സ്ത്രീധനത്തിന്റെ പേരിൽ നടക്കുന്ന പീഡനങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. സ്ത്രീധനം വാങ്ങുന്നത് നിയമപ്രകാരം കുറ്റമാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ ഈ ഇടപാടുകളെല്ലാം ഇപ്പോഴും നടക്കുന്നുണ്ട്. കൊടുത്ത സ്ത്രീധനം മതിയാവാത്തതിന്റെ പേരിൽ ഭർത്താവിന്റെയും ഭർത്തൃവീട്ടുകാരുടെയും മാനസിക ശാരീരിക പീഡനങ്ങൾക്കും സാമ്പത്തിക ചൂഷണങ്ങൾക്കും വിധേയരാകുന്ന സ്ത്രീകളുടെ വാർത്തകൾ മാധ്യമങ്ങളിലും മറ്റും ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. രാജ്യത്തെ വിവിധ കോടതികളിലുള്ള കേസുകൾ പരിശോധിച്ചാൽ തന്നെ ഇക്കാര്യം വ്യക്തമാവുന്നതാണ്. രാജ്യത്ത് ഓരോ മണിക്കൂറിലും ഒരു സ്ത്രീ സ്ത്രീധനത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. സ്ത്രീധന പീഡനത്തിന് സാമ്പത്തിക അന്തരമില്ലെന്നതാണ് രാജ്യത്തെ ഇന്നത്തെ അവസ്ഥ. സ്ത്രീധനമായി പണവും സ്വർണവും കാറുമൊക്കെ നൽകിയാലും അതിലൊന്നും തൃപ്തി വരാതെ സ്ത്രീധനത്തിന്റെ പേരിൽ വീണ്ടും സ്ത്രീകൾ പീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്നു. അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. എന്നാൽ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. സ്ത്രീധനമായി സ്വർണവും കാറും പണവും ഒന്നുമല്ല ഭർത്തൃവീട്ടുകാർ ചോദിക്കുന്നത്, വധുവിന്റെ വൃക്കയാണ്. അതെ, സ്ത്രീധനമായി വധുവിന്റെ വൃക്ക മതിയെന്ന വിചിത്ര ആവശ്യവുമായാണ് ഭർത്താവിന്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. വടക്കൻ ബീഹാറിലെ മുസാഫൂറിലാണ് സംഭവം. വൃക്കരോഗിയായ ഭർത്താവിന് സ്ത്രീധനമായി വൃക്ക നൽകണമെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ യുവതിയെ പീഡിപ്പിക്കുന്നുവെന്നാണ് യുവതി പോലീസിൽ പരാതിയുമായി എത്തിയിരിക്കുന്നത്. ദീപ്തി എന്ന സ്ത്രീയാണ് മുസാഫർ വനിതാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. 2021 യുവതി വിവാഹം കഴിച്ചത്. തുടക്കത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഭർത്തൃമാതാപിതാക്കൾ യുവതിയെ മാനസികമായി പീഡിപ്പിക്കാനും ശാരീരികമായി ഉപദ്രവിക്കാനും തുടങ്ങിയെന്നും പറയുന്നു. ആദ്യമൊക്കെ വീട്ടിൽ നിന്ന് സ്ത്രീധനമായി ബൈക്കും പണവും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടവർ പിന്നീട് മകനു വേണ്ടി വൃക്ക നൽകാനാണ് യുവതിയോട് ആവശ്യപ്പെട്ടത്. വിവാഹം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ് യുവതി ഭർത്താവിന്റെ വൃക്ക രോഗത്തെക്കുറിച്ച് അറിയുന്നത്. പീഡനം സഹിക്കാനാകാതെ യുവതി സ്വന്തം വീട്ടുകാരോട് സഹായത്തോടെ വനിതാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് ഇരുവിഭാഗത്തിനുമിടയിൽ മധ്യസ്ഥത വഹിക്കാൻ ശ്രമിച്ചുവെങ്കിലും വൃക്ക നൽകണമെന്ന ആവശ്യത്തിൽ നിന്ന് വീട്ടുകാർ പിന്മാറിയില്ല. തുടർന്ന് ഭർത്തൃവീട്ടിലെ 4 പേരെ പ്രതികളാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഈ ഒരു വാർത്ത സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അതേസമയം നമുക്കറിയാം, സ്ത്രീധനം വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും പ്രേരിപ്പിക്കുന്നതും 5 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്. തടവ് ശിക്ഷ കൂടാതെ 15,000 രൂപയോ സ്ത്രീധന തുകയോ ഏതാണോ കൂടുതൽ ആ സംഖ്യയ്ക്കുള്ള പിഴ ശിക്ഷയും ഉണ്ടായിരിക്കും. ഇപ്രകാരം കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ കുറ്റവാളിക്ക് 5 വർഷത്തിൽ കുറവുള്ള ശിക്ഷയാണ് ചുമത്തുന്നതെങ്കിൽ ഇതിനുള്ള കാരണം മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തേണ്ടതാണ്. വധൂവരന്മാരുടെ മാതാപിതാക്കളോടോ ബന്ധുക്കളോടോ രക്ഷിതാക്കളോടോ പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്ത്രീധനം ആവശ്യപ്പെടുന്നത് കുറ്റകരവും 6 മാസത്തിൽ കുറയാത്തതും 2 വർഷത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷയും 10,000 രൂപ പിഴ ഒടുക്കുവാനുമുള്ള ശിക്ഷയ്ക്ക് അർഹവുമായിരിക്കും. ഈ നിയമങ്ങളെല്ലാം ഉണ്ടായിട്ടും സ്ത്രീധന പീഡന കേസുകൾ നമ്മുടെ രാജ്യത്ത് ദിനംപ്രതി വർദ്ധിക്കുകയാണ് എന്നതാണ് വിചിത്രമായ കാര്യം.